ചുരുങ്ങിയത് ഒരു 3 കൊല്ലത്തെ കഠിനാടകമെങ്കിലും ഇവിടെ ഉണ്ടാകുമെന്നാ ഞാൻ വിചാരിച്ചത്. मिल गया विष्णु, तुमको मकान मिल गया. 25,000 रुपया. എത്ര? 25,000. 25 സാർ. ആശയായിട്ട് ഓരോ പാർട്ടിക്കാർ വന്ന് ക്യൂ നിൽക്കുകയാണ് ചങ്ങായി. ഇതെന്നെന്തോ ഭാഗ്യത്തിന് കിട്ടിപ്പോയതാണ്. എന്താടോ കണ്ടിട്ട് ഒരു മാതിരി? കുറച്ച് മഴ നനഞ്ഞു. ഒരു കട്ടൻ കാപ്പി വേണമായിരുന്നല്ലോ. അയ്യോ, എല്ലാം എടുത്തു വെച്ചല്ലോ. സാരമില്ല. Hello? Hello? May I speak to Mr. Vishnu Narayanan, please? Sorry, madam. He's on leave today. अरे यार, बड़े दिनों के बाद मिले, कहाँ रहते हो? अरे यार, चल मेरे साथ चल यार. अब एक काम छोड़, बाद में बताऊंगा. तू मेरे साथ चल से. नहीं यार, छोड़. काम हम छोड़ कभी. चल मेरे साथ चल. नहीं यार. വിഷ്ണു ഏട്ടാ, നീ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ലീവ് എടുത്തോ? ഞാൻ പേടിച്ചു. ഒന്നുമില്ല, ചെറിയൊരു പനി. 2 ദിവസം കൊണ്ട് മാറും. ഒറ്റയ്ക്ക് ഇവിടെ ഞാൻ അടുത്തില്ലാണ്ട്. ഓ, അതൊന്നും സാരമില്ല. സുധാകരനുണ്ടായിരുന്നു ഇത്ര നേരം. ഡോക്ടറെ കാണിച്ചില്ലേ? അത്രയ്ക്കുള്ള ഒന്നുമില്ലെന്നേ. ഒരു ചെറിയ തലവേദന. എന്തെങ്കിലും കഴിച്ചോ എന്ന്? കഴിച്ചു. എന്ത് കഴിച്ചു? 2 ദിവസം കൊണ്ട് ഇത് മാറും. ഒന്നും കഴിച്ചില്ല അല്ലേ? ഹോട്ടലാഹാരത്തിന് ഒരു രുചിയും തോന്നില്ല. കരച്ചിലും തുടങ്ങിയോ? ये छोकरी कौन है? मेरा पत्नी है. ओहो. പൊക്കോളൂ, സാരമില്ല, ഒക്കെ ശരിയാവും. ഏയ്, എന്തത്? ടേക്ക് ഇറ്റ് ഈസി. ഹസ്ബൻഡിന്റെ അസുഖം മാറിയില്ലേ ഇതുവരെ? ഇല്ല. ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതല്ല, ആരുമില്ലാതെ അവിടെ തനിച്ച്. അവിടെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ. അരുന്ധതി ഇല്ലെന്നല്ലേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും ഒരേ സിറ്റിയിൽ ജീവിക്കുന്നു എന്നുള്ള സമാധാനമെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾക്ക്. എന്റെ കാര്യം ആലോചിച്ച് നോക്ക്. ഞാനിവിടെ, ഹസ്ബൻഡ് ഒരിടത്ത്, മക്കൾ വേറൊരിടത്ത്. വല്ലപ്പോഴും ഒരിക്കൽ ക്രിസ്മസിനാണ് ഞങ്ങളൊന്ന് ഒരുമിച്ച് കൂടുന്നത് തന്നെ. ഏതായാലും ഇത്ര പെട്ടെന്നൊരു ട്രാൻസ്ഫർ ഓർഡർ, അതും നാട്ടിലേക്ക്, ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. ചുരുങ്ങിയത് ഒരു 3 കൊല്ലത്തെ കഠിനാടകമെങ്കിലും ഇവിടെ ഉണ്ടാകുമെന്നാ ഞാൻ വിചാരിച്ചത്. വീട്ടിൽ നിന്ന് ഡെയിലി പോയി വരാമെന്നുള്ളത് ഏറ്റവും ഭാഗ്യമായത്. പെണ്ണുമ്പിള്ള ഇപ്പൊ തുള്ളിച്ചാടുകയായിരിക്കും. അവൾ അവകാശപ്പെടുക അവൾ നിരന്തരം മൂകാംബിയക്ക് നേർച്ച നേർന്നിട്ട് എനിക്ക് സ്ഥലം മാറ്റം ശരിയാകുന്ന. സത്യത്തിൽ ഞാൻ നേർന്ന നേർച്ച വല്ലതും അവൾ അറിയുന്നുണ്ടാ? തന്റെ പനിയൊക്കെ മാറിയില്ലല്ലേ? നീ കൂടെ പോയാ ഞാനിവിടെ പിന്നെ ഒറ്റപ്പെടും. സുധാര, ഞാൻ നിന്നെ കുറിച്ച് കാശ് തരാനുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന്. ആദ്യം തന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ. കാശിനാവശ്യം വരുമ്പോ ഞാൻ തനിക്ക് എഴുതാം. ടാക്സി ആ ഗയാ? हाँ, ये सामान लेकर टैक्सी में रखो. ठीक है. तुम अभी तक नहीं गया? हाँ, जा रहे हैं. ठीक है, आप अंदर आइए. കത്തിലൊഴിയുന്നതിന് മുമ്പ് തന്നെ എത്തി പുതിയ ആള്. പിന്നെ പുതിയ വീടൊക്കെ ആയിട്ട് താമസിക്കുമ്പോ എനിക്ക് എഴുതണം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പോട്ടെ. ഒരു ചെറിയ പനി വന്നപ്പോഴേക്കും താനിങ്ങനെ പരിഭ്രമിച്ചാൽ എങ്ങനെയാ? എനിക്കിപ്പോഴും ഒന്നുമില്ല. ഇതാ കണ്ടോ? വിഷ്ണുവേട്ടൻ അങ്ങനെയൊക്കെ പറയാം. 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല.
ഒരുപാട് ദൂരാണെന്ന് വെച്ചാ അറിഞ്ഞില്ല കണ്ടില്ല എന്ന് വെച്ച് സമാധാനിക്കാം. ഇത് അങ്ങനെയാണോ? എല്ലാം നേരെയാവുന്നേ. ദിവസം ഒരുപാട് പ്രാർത്ഥിക്കുന്നില്ലേ താൻ? ദൈവം നമ്മൾ അങ്ങനെ ഉപേക്ഷിക്കൂ? കുറെ അമ്പലങ്ങളിലേക്ക് വഴിപാട് നേർന്നിട്ടുണ്ട്. ഇനി നാട്ടിൽ ചെന്നാ മുടങ്ങാതെ എല്ലാം കഴിപ്പിക്കണം. ശമ്പളം കിട്ടിയെന്ന് വിഷ്ണുവേട്ടനൊരു ഷർട്ട് വാങ്ങി. എന്റെ സെലക്ഷൻ പിടിക്കുമെന്നറിയില്ല. എന്നെ താൻ തോപ്പിച്ചളഞ്ഞല്ലോ. എനിക്ക് നീ ശമ്പളം കിട്ടിയിട്ടില്ല. 450 രൂപ ഹോസ്റ്റലിൽ കൊടുത്തു വാടക, ഭക്ഷണത്തിന് മറ്റും 400 രൂപ വേറെയും. എല്ലാ മാസവും 300 രൂപ വെച്ച് നാട്ടിലേക്ക് അയക്കുന്നതാ. ഇത്തവണ അയക്കണ്ടെന്ന് വെച്ചു. നമുക്ക് ഒരുപാട് ചെലവുള്ളതല്ലേ. ബാക്കി വിഷ്ണുവേട്ടന്റെ കയ്യിലിരിക്കട്ടെ. ഒരുമിച്ച് താമസം തുടങ്ങിയിട്ട് പോരെ കണക്ക് പറച്ചിലൊക്കെ. തൽക്കാലം വീട്ടിലേക്ക് പണയക്കുന്ന മുടക്കണ്ട. എക്സ്ക്യൂസ് മീ, there's a call for you. ഹലോ വിഷ്ണു. ഡോ വാരേ, താൻ ഇപ്പൊ തന്നെ തന്റെ വാരസ്യാരെ ഫോണിൽ വിളിക്കുക. എന്നിട്ട് രണ്ടുപേരും കൂടി നേരെ എന്റെ വീട്ടിലേക്ക് വരിക. എന്താ വേട്ടാ? എന്റെ ഭാര്യയുടെ തലേന്ന് ഉദിച്ച ഐഡിയ കേട്ടപ്പോ കൊള്ളാന്ന് എനിക്കും തോന്നി. ഇന്നൊരു ദിവസത്തേക്ക് ഞങ്ങളുടെ വീട് തനിക്കും ഭാര്യയ്ക്കും കൂടി വിട്ടുതരാൻ പോവാ. ഒരു കല്യാണം ഉണ്ട് നാളെ രാവിലെ പൂനെയില്. എന്റെ ഒരു പഴയ കൊളീഗിന്റെ മകളുടെയാ. ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ അങ്ങോട്ട് വിടും. നാളെ വൈകിട്ടേ മടങ്ങി വരൂ. അതുവരെ ഞങ്ങളുടെ വീട് ഫ്രീ. പിന്നെ തന്നെ കാണാൻ നിൽക്കണില്ലേ ഞാൻ. എന്റെ വീടിന് നമ്പർ ലോക്കാ, അറിയാലോ. നമ്പർ ഒന്ന് ഓർത്തോളൂ. എത്ര അവിടെ നമ്പർ? 6929. ഒന്ന് പറഞ്ഞേ. 6929. ഓക്കെ ഓക്കെ. നമ്പർ എത്രയാന്ന് പറഞ്ഞ്? 9626. 26 എന്നല്ലേ പറഞ്ഞത്? 2662. അല്ലല്ല, 9626. 9626. രാമേട്ടൻ പറഞ്ഞ നമ്പർ 96-ലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, 26-ലാ. എന്നാ 9666 നോക്കി. അതല്ല, 26 ആണ്. നോക്കിക്കോ. അതല്ല, 9626 ഒന്ന് നോക്കിയേ. ഇനി 69-ലാണോ സ്റ്റാർട്ട് അല്ല, ചെയ്യുന്നത്? उन लोग उधर नहीं है, सब बाहर गए। മാലുവേ, ദേ ഇനി ഇടയ്ക്ക് വരുന്നു പറയാതെ. 62-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ആണെന്ന് എനിക്ക് മനസ്സിലായി. 6296. അയ്യോ, അതല്ല ചേട്ടാ, 9636 ഒന്ന് നോക്കിയേ. നോക്കട്ടെ. 96-ൽ ഒന്നുകൂടെ നോക്കിയേ. ഒന്നിൽ 2662 അല്ലെങ്കിൽ 6226. നിന്റെ നക്ഷത്രദോഷം എന്നല്ല ഞാൻ എന്താ പറയാ എന്റെ വിഷ്ണു. നിസ്സാര നമ്പറും കൂടി ഓർത്തു വെക്കാനുള്ള ബോധം നിനക്ക് ഉണ്ടായില്ലല്ലോ. നമ്പർ എനിക്ക് അറിയായിരുന്നു. ആ നേരത്തെ ടെൻഷനിൽ മറന്നുപോയതാ. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ, കഴിക്കാൻ ദോശ എടുക്കട്ടെ. എനിക്കൊന്നും വേണ്ട. मिल गया विष्णु, मिल गया, मिल गया, मिल गया विष्णु, तुमको मकान मिल गया। കരിയുമ്പോയി. नहीं 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 नहीं, ये हमारा आदमी है, तुमको नहीं मालूम? എവിടെയാ കരിയുമ്പോയി വീട്? അതൊക്കെ വിസ്തരിച്ച് പറയാ. നീ നാളെ ബീവിനും കൂട്ടി വാ. ഊപ്പറായി. ആയേ ആയേ, ഇതിന് വേറൊരു കൂട്ടരാ, അത് കണക്കിലെടുക്കണ്ട. ഈ ഒരൊറ്റ മുറിയേ ഉള്ളൂ. ഇത് തന്നെ കിടപ്പുമുറിയും ഇരിപ്പുമുറിയും ഒക്കെ. പിന്നെ അപ്പുറത്തൊരു ചെറിയ ചായ്പുണ്ട്, അതാണ് അടുക്കള. എങ്ങനെയുണ്ട്? 800 റുപ്യാണ് വാടക. പിന്നെ കറണ്ട് ചാർജും വെള്ളത്തിന്റെ ചാർജും വേറെ കൊടുക്കണം. കൊടുക്കാം. പകുതിയുടെ കാര്യത്തിൽ ഒരു ഒറ്റ നയാ പൈസ കുറക്കാൻ പറ്റൂല എന്നാണ് കിളവൻ പറയുന്നത്. 25,000 റുപ്യ. എത്ര? 25,000. 25 സാർ. കാശായിട്ട് ഓരോ പാർട്ടിക്കാർ വന്ന് ക്യൂ നിൽക്കുകയാണ് ചങ്ങായി. ഇത് തന്നെ എന്തോ ഭാഗ്യത്തിന് കിട്ടിപ്പോയതാണ്. മാക്സിമം ഒരു 10,000 രൂപ, അത്രേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഇതിപ്പോ 25,000 എന്നൊക്കെ പറയുമ്പോ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? പകുതി മാത്രം പോരല്ലോ. അത്യാവശ്യത്തിന് വേണ്ട ഫർണിച്ചറും മറ്റു സാധനങ്ങളും വാങ്ങണം. താമസം തുടങ്ങിയ ശമ്പളം കിട്ടുന്നവർ 1 മാസം ചെലവ് നടക്കണം. ഞാനും അത് ആലോചിക്കണേ. നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയ മതി വിഷ്ണുട്ടാ. കരിമ്പായോട് പകുതി കുറഞ്ഞ് വേറെ ഏതെങ്കിലും വീട് നോക്കാൻ പറഞ്ഞാലോ? എത്ര പ്രയാസപ്പെട്ടിട്ട് ഇത് തന്നെ ഒത്തുവന്നത്. വേണ്ടാന്ന് വെച്ചാൽ പിന്നെയും കാക്കേണ്ടി വരില്ലേ കുറെ കാലം കൂടി. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം. 5,000 രൂപ പകുതി കൊടുക്കാൻ വെച്ചിരുന്ന കൈ തന്നെ. ഓഫീസിലെ മാനേജർ വേദമണി സാറ് കുറച്ച് എമൗണ്ട് ലോൺ തരാൻ ഏറ്റിട്ടുണ്ട്. അതും പുള്ളിയുടെ ഓൺ റിസ്കിൽ. ആ സേട്ടൂൻ എന്നെ കാണുന്ന തന്നെ ചതുർത്തിയ. അതാ കുഴപ്പമായത്. എങ്ങനെ അടിച്ചു പറിക്കാലും
പകുതി എമൗണ്ടിൽ കൂടുതൽ അപ്പോഴും ആകുന്നില്ല. ഇത് വെക്കാം നമുക്ക്. എല്ലാം കൂടി ഒരു 10-15,000 രൂപ കിട്ടും. അപ്പൊ കണക്ക് കൂട്ടിയാ മൊത്തം 25,000 രൂപയോളം ഉണ്ടാവില്ലേ? അത് മതിയാവില്ലേ? ആകെ കുറച്ച് ആഭരണമല്ലേ ഉള്ളൂ വരുന്നതൊക്കെ, അതെടുക്കണ്ട. സാരില്ല, എനിക്ക് ആഭരണങ്ങൾ ഇടണമെന്ന് വലിയ മോഹമൊന്നുമില്ല. അതിനേക്കാളും വലിയ മോഹമല്ലേ ഇത്? താലിച്ചയും വേണ്ട, അതും കൂടി വിറ്റിട്ട് അത് വേണ്ട. അപ്പൊ പണം തികഞ്ഞില്ലെങ്കിലോ? കുറച്ച് പണത്തിന്റെ കുറവല്ലേ വരൂ, അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. രാജേന്ദ്രന്റെ അഡ്രസ്സ് കയ്യിലോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അവൻ കുറെ പണം എനിക്ക് തരാനുണ്ട്.